വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നെറ്റ് JRF എന്നാണ് നിങ്ങൾ സ്വപ്നമെങ്കിൽ CCയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ്. CCയിൽ ഒരു ബിഗ് ഡേ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. അതായത് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ CC. അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ബെസ്റ്റ് ഓഫേഴ്സ് എല്ലാ കോഴ്സുകൾക്കും ഇത്രയും മികച്ച ഓഫർ എങ്ങും കാണാത്ത ഓഫറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കൂടാതെ നമ്മളൊരു ഗൂഗിൾ ഫോം താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഓഫർ ആരും ഉപയോഗിക്കാതിരിക്കരുത്. കാരണം ഇത്രയും ബെസ്റ്റ് ഓഫേഴ്സ് വേറെ തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഇക്കണോമിക്സ്, പേപ്പർ 1, CSRI, ഫിസിക്സ് ഈ വിഷയങ്ങളിലാണ് നമുക്ക് നെറ്റിന്റെ കോച്ചിങ് ഉള്ളത്. അപ്പൊ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ നെറ്റ് ഒരു അത്യാവശ്യം വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ്, കവർ ചെയ്യാൻ അത്യാവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ എപ്പോഴും പാടാണ്. നമ്മുടെ ടൈം നമുക്ക് വളരെ കുറവാണല്ലേ. എത്രയും പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്താൽ മാത്രമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. നെറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല. സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ടൈം വേസ്റ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ. അതുപോലെ തന്നെ CC മിക്കവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതാണ് നമ്മുടെ CC എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ഇപ്പൊ എക്സാം കാണുന്ന ഒരു ടോപ്പിക്കാണിത്. അതായത് എന്താ, നമ്മുടെ ഡെറിവേറ്റീവ്സ് അല്ലെ. അതായത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് ഡെറിവേഷൻ, അതായത് മാത്തമാറ്റിക്കലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് TR, TC, TU, ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ യൂട്ടിലിറ്റി ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് മാർജിനൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുത്ത് അല്ലെ. ഇന്റഗ്രേഷൻ ആൻഡ് ഡെറിവേറ്റീവ് ടോപ്പിക്സ് ധാരാളം ഇപ്പൊ നെറ്റിൽ വരുന്ന ഒരു ഏരിയ ആണ്. സെപ്പറേറ്റ് ഡെറിവേഷനും ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given the total revenue function TR നമുക്ക് തന്നിട്ടുണ്ട്. 1400 Q minus 6Q² ആണ് നമ്മുടെ ടോട്ടൽ റവന്യൂ വരുന്നത്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? TC എന്ന് പറയുന്നത് 1500 plus 80Q ആണ്. At Q equals 100 Q, അതായത് നമ്മുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. TCയും TR ഉം തന്നിട്ടുണ്ട്. ഇനി എന്താ കാണാൻ പറഞ്ഞേക്കുന്നത്? Which one of the following is correct? ഇതിൽ ഏതാണ് ശരി? ഓക്കെ, നമുക്ക് TR ഉം TC യും തന്നിട്ടുണ്ട്. MR ഉം MC യും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, MR MC കണ്ടുപിടിച്ചാലല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ. TR ഉം TC യും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് MR കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. കാരണം എങ്ങനെയാണ്? TCയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് MC. ക്ലിയർ അല്ലേ? TCയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് MC. അതുപോലെ തന്നെ TR ടോട്ടൽ റവന്യൂയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് എന്ത്? നമ്മുടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അവ സുഖമായിട്ട് കണ്ടുപിടിച്ചാലോ. TR നമുക്ക് തന്നിട്ടുണ്ട് 1400 Q minus 6Q². അതിൽ നിന്ന് സുഖമായിട്ട് MR കണ്ടുപിടിക്കാലോ. നമുക്ക് എങ്ങനെ അറിയാം? ഡെറിവേറ്റീവ് അല്ലെ. 1400 Q എന്ന് പറയുന്ന ഡെറിവേറ്റീവ് എന്താ? Qന്റെ പവർ എന്താ? 1 ആണ്. സോ 1400 മൈനസ് 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? 12 കിട്ടും. 12Q MR നമുക്ക് കിട്ടി. ഇവിടെ ഒരു Q ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ 100 ഇട്ട് MRന്റെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ബെറ്റർ. സോ എത്രയാണ്? 1400 മൈനസ് 12 into 100. അപ്പൊ എത്ര വരിക? 1400 മൈനസ് 1200. അപ്പൊ എത്ര വരും? 200. 200 ആണ് നമ്മുടെ എത്ര MR നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ MC കണ്ടുപിടിക്കാം. MC എത്രയാണ്? MC എന്ന് പറയുന്നത് നമുക്ക് TC തന്നിട്ടുണ്ട്. TC ഈക്വൽസ് 1500 പ്ലസ് 80Q ആണ്. ഇനി MC കാണാം. 1500ന്റെ ഡെറിവേറ്റീവ് എന്താ? 1500 ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു നമ്പർ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? 0 ആയിരിക്കും. 80Q, ഒരു Qന് പവർ ഇല്ലാത്തതുകൊണ്ട് 80 മാത്രം മതി. സോ MC 80 ആണ് നമുക്ക് കിട്ടിയതാ. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് MC 80 ആണ്. ഇത് MSQ ആണ് കേട്ടോ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ ശരിയായിരിക്കും. ഗ്രേറ്റർ ആണോ, അതായത് MR ഗ്രേറ്റർ ദാൻ MC ആണോ, MR ലെസ് ദാൻ MC ആണോ, MR ഈക്വൽസ് MC ആണോ നമുക്ക് നോക്കാം. നമുക്കറിയാം MR എത്രയാണ്? MR 200ഉം MC 80ഉം നമുക്കറിയാം. സോ MRഉം MC ഇവിടെ 200 80 ഉറപ്പായിട്ട് ഏതാ വലുത്? 200 ആണ് വലുത്. സോ MR ഗ്രേറ്റർ ദാൻ MC. ഓപ്ഷൻ A ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത് എങ്ങനെയാ വന്നേന്ന്? നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളോട് ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. TR TC തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? MR ഉം MC. TR തന്നിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാർജിനൽ റവന്യൂ കാണാൻ സിമ്പിൾ ആണ്. എങ്ങനെയാ കാണണ്ടേ? ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ഡെറിവേറ്റീവ് ഇന്റഗ്രേഷനും അറിയാതെ ഒരിക്കലും നെറ്റിന്റെ എക്സാം എഴുതാൻ പോകുന്നത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ കൺസ്യൂമർ സർപ്ലസിൽ രണ്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, പ്രൊഡ്യൂസർ സർപ്ലസ് ക്വസ്റ്റ്യൻസും ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ടി സി എന്ന് പറയുന്നത് എന്താണ്? ടി സി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും?
മാർജിനൽ കോസ്റ്റ് കിട്ടും. സോ നമുക്ക് എന്താ അതിൽ നിന്ന് MC 80 ആണെന്നും MR ഗേറ്റ് ചെയ്താൽ MC ആണെന്നും കിട്ടി. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. Given the total cost function equals C equals 5Q square plus 20Q plus 5 at price equals 50. Then MC is MC. TC തന്നിട്ടുണ്ട്, MC കണ്ടുപിടിക്കാം. TC എത്രയാണ്? 5Q square plus 20Q plus 5 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് MC കണ്ടുപിടിക്കണം. MC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5Q square എത്രയാ? 10Q plus 20. ഓക്കെ, 5 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പോയി. ഇനി എന്താ ചോദിച്ചിരിക്കണേ? MC നമുക്ക് കിട്ടി. പ്രൈസ് 50 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് MC കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് മാത്രം തന്നിട്ടുണ്ട്. MC കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം? എന്താ MC യുടെ വാല്യൂ അറിയണമെങ്കിൽ എന്താ? Q കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് ലെവല് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു MR ഉണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിക്കായിരുന്നു അല്ലെ? ക്യൂവിന്റെ വാല്യൂ MR ഈക്വൽസ് MC എന്ന് പറഞ്ഞ് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്താ? MR ഇല്ല. MR കണ്ടുപിടിക്കെങ്കിൽ എന്ത് വേണം? TR വേണം, ടോട്ടൽ റവന്യൂ വേണം. ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പം വഴിയുണ്ട്. എന്താ? നമുക്ക് പ്രൈസ് തന്നിട്ടുണ്ട്. P into Q ആണ് TR എന്ന് പറഞ്ഞത്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടോട്ടൽ റവന്യൂ ഈക്വൽസ് P into Q. P എത്രയാണ്? P എന്ന് പറഞ്ഞാൽ 50 ആണ് into Q. അതായത് TR എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50Q. ഓക്കെ, ഇനി ഇതിൽ നിന്ന് സുഖമായിട്ട് MR കാണാലോ. MR അപ്പൊ എത്രയായിരിക്കും? MR 50 ആണ്. ഓക്കെ, സോ MRഉം MCയും കിട്ടി. ഇനി Q കണ്ടുപിടിക്കാൻ രണ്ടും ഇക്വേറ്റ് ചെയ്താൽ പോരെ. സോ MR ഈക്വൽസ് MC എന്ന് ഞാൻ ഇക്വേറ്റ് ചെയ്തു. MR എന്ന് പറഞ്ഞാൽ 50, MC എത്രയാണ്? 10Q plus 20. ഈ 20 ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. 50 minus 20 30. 30 ഈക്വൽസ് 10Q. അപ്പൊ Q എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30/10. അത് എത്രയാ? 3. Q നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. MC ഈക്വൽസ് 10Q പ്ലസ് 20 ആണ്. ഓക്കെ, അതായത് 10 into 3 plus 20. അതായത് 30 plus 20 എന്ന് പറയുന്നത് എത്രയാണ്? 50. നമ്മൾ ഓൾറെഡി MC ഈക്വൽ ടു MR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് തന്നെയായിരിക്കും ആൻസർ തന്നെ. എന്നാലും ഒന്ന് കൺഫേം ചെയ്യുന്നു. അപ്പൊ നമുക്ക് MC എത്രയാന്ന് കിട്ടി? 50 ആണ് കിട്ടി. ക്ലിയർ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? MC കണ്ടുപിടിക്കണം. ഓക്കെ, MC ആണ് നമുക്ക് TC തന്നിട്ടുള്ളതുകൊണ്ട് MC സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെ? TCയുടെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പൊ ഒരു പ്രശ്നം വന്നു. എന്ത്? Q ഉണ്ട് അല്ലേ? Q ഔട്ട്പുട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ പ്രൈസ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് TR ടോട്ടൽ റവന്യൂ എടുക്കാം അല്ലെ? ടോട്ടൽ റവന്യൂന്റെ ഇക്വേഷൻ എന്താ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. സോ TR നമുക്ക് എത്ര കിട്ടി? 50Q എന്ന് കിട്ടി. TR കിട്ടിയെങ്കിൽ അതിൽ നിന്ന് MR എടുക്കാൻ അല്ലെ? 50 എന്ന് കിട്ടി. ഇനി MR ഈക്വൽ ടു MC വെച്ച് നമ്മൾ MCയുടെ വാല്യൂ 50 തന്നെയാണെന്ന് കൺഫേം ചെയ്തു. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എല്ലാ പോസിബിലിറ്റീസും നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. The cost function of monopolist if C equals 40 plus 12x and demand function as P equals 60 minus 3x, what is his profit maximizing output level? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റും പ്രൈസും തന്നിട്ടുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിന്റെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ MR ഈക്വൽസ് MC ആണ് കേട്ടോ. അത് ഒരിക്കലും മറന്നു പോകരുത്. എന്താണ്? MR ഈക്വൽസ് MC ആണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ. അതിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ ചോദ്യവും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. TC ഈക്വൽസ് 40 plus 12x. അതായത് MC അപ്പൊ എത്രയും? MC എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. ഇനി TR തന്നിട്ടില്ല, പക്ഷെ പ്രൈസ് തന്നിട്ടുണ്ട്. TR സുഖമായിട്ട് കണ്ടുപിടിക്കാം. TR ഈക്വൽസ് P into X. ഇവിടെ X തന്നിട്ടുള്ളത് X കൊടുത്തു, Qോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്താ? 60R എന്ന് പറയുന്നത് 60 minus 3x whole into x. So TR എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 60x minus 3x square എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇത് ഉള്ളിലേക്ക് ഇൻഡ്യൂ ചെയ്തു. ഇനി എന്താ കാണണ്ടേ? ഇനി നമുക്ക് ഇതിൽ നിന്ന് MR കാണാം. ഡെറിവേറ്റീവ് എടുത്തു. 60 minus 6x. ഓക്കെ, MR കിട്ടി. MC എന്ന് പറയുന്നത് 12 ആണ്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ. അതായത് MR ഈക്വൽസ് MC. MR എത്രയാണെന്ന് നമുക്കറിയാം. 60 minus 6x ഈക്വൽസ് MC എന്ന് പറഞ്ഞാൽ 12 ആണ്. ലൈറ്റ് ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരിക. ഇതിവിടെ മൈനസ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുവാണേ. അതാകുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കുമല്ലോ.
സോ 60 മൈനസ് 12 ഈക്വൽ 6x. സോ x ഈക്വൽസ് 8 48 ബൈ 6. 48 ബൈ 6 എത്രയാണ്? 8. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മോണോപോളിസ്റ്റിന്റെ കോസ്റ്റ് ഫംഗ്ഷനും പ്രൈസും ഡിമാൻഡ് ഫംഗ്ഷനും തന്നിട്ടുണ്ട് അല്ലെ. ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് എപ്പോഴും എന്തായിരിക്കും? MC ഈക്വൽസ് MR ആണ്. ഓക്കെ, നമുക്ക് TC തന്നിട്ടുണ്ട്. സോ MC അതിൽ നിന്ന് സുഖമായിട്ട് കണ്ടുപിടിച്ചു. നമുക്ക് TR തന്നിട്ടില്ല. TR തരാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രൈസ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് TR നമുക്കറിയാം. സോ അതിന്റെ കൂടെ എന്താ? എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, TR കിട്ടി. TR കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് MR കിട്ടാലോ. ഡെറിവേറ്റീവ് എടുത്താൽ മതി. എന്നിട്ട് MR ഈക്വൽ ടു MC എന്നുള്ളത് നമ്മൾ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പ്രോഫിറ്റ് മാക്സിമൈസ് ഔട്ട്പുട്ട് ലെവൽ MR ഈക്വൽ ടു MC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലെവൽ എത്രയാണ്? 6 ആണ്. MC MR ഈക്വൽ ആവുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 6 അല്ല 8 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് ഇതൊക്കെ വെറൈറ്റി, ഇതൊക്കെ ശരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പല രീതിയിൽ ചോദ്യം ചോദിക്കാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു TCയും TR ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നീട് എന്താ അവർ പതുക്കെ TR തരാതെ തുടങ്ങി അല്ലെ. TR തരാതെ P മാത്രമാണ്. അപ്പൊ TR തരാത്തപ്പോ മിക്ക സ്റ്റുഡൻസും അയ്യോ TR ഇല്ലാതെ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതായിരിക്കും പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് TR എന്നുള്ള കാര്യം. നമ്മൾ അപ്പൊ അത് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇതുപോലത്തെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് മിക്ക സ്റ്റുഡൻസിന് വരുന്നത്. ഇത് ശരിക്കും നമ്മുടെ കുഴപ്പമല്ല, നമ്മളത് തറവാവാത്തതിന്റെ കുഴപ്പമാണ് കേട്ടോ. സോ നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. മാക്സിമം റിവൈസ് ചെയ്യുക, അതുകൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എപ്പോഴും ഒരു നോട്ട് ഉണ്ടാക്കി തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി ഏകദേശം നമ്മുടെ മുന്നിലെ ജൂൺ എക്സാമിലേക്ക് 90 ദിവസമാണുള്ളത്. ഈ 90 ഡേയ്സ് മതി നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി, ഈവൻ JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു 90 ഡേയ്സ് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CC ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. 8086881144 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോമിൽ എന്താ നമ്മുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്താൽ നമ്മൾ ആ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്